ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു വർക്കാണ് ചെയ്യുന്നത്. സ്പോഞ്ച് കൊണ്ട് കോണാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സ്പോഞ്ച് നമ്മൾ ഇതുപോലെ ഇതിൽ കാണിക്കുന്ന കണക്ക് ഇതുപോലെ മടക്കി അതിനെ നമ്മൾ ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ഒട്ടിച്ച് റൗണ്ട് ഷേപ്പ് ആക്കിയാണ് ചെയ്യുന്നത്. അത് റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം ക്രേ പേപ്പർ, അതായത് ഗ്രീൻ ക്രേ പേപ്പർ എടുത്ത് അതിൻ്റെ ഒരു മുകളിലത്തെ ഒരു ഫോൾഡിങ് ഒരു ഇല നമ്മളത് അതിൻ്റെ ഷേപ്പ് എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് അതിനെ ഒന്ന് ചുരുട്ടി വളരെ സിമ്പിളായിട്ട് ആർക്കും കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എടുത്തതിന് ശേഷം ആ ഫോൾഡ് റൗണ്ടാക്കി വെച്ചതിൻ്റെ ലൈനായിട്ട് നമ്മൾ ഫെവി ബോണ്ടാണ് ആ തേച്ചിരിക്കുന്ന ലൈനായിട്ട്. എന്നിട്ട് വേണം വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒരു യെല്ലോ ത്രെഡ് എടുത്ത് അതിന് ചുറ്റും വരിഞ്ഞ് ചുറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോണിൻ്റെ ഷേപ്പ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് വർക്കാണിത്. എനിക്ക് കാണാനും നല്ല മനോഹരമാണ്. ഇവിടെ ഇരുന്നൊരു ബാലൻസ് ഇരുന്നൊരു ഇതുപോലെ സ്പോഞ്ച് വെച്ചാണ് ഞാൻ ഈ ചെയ്തത്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ചെയ്തെടുക്കാം. കാണാനും വളരെ മനോഹരമായിട്ടൊരു വർക്കാണ്. ഇതുപോലെ നമ്മൾ ടൈറ്റായിട്ട് ചുറ്റി ആ ടോപ്പിൽ വരുമ്പോഴത്തേക്ക് ആ ബാലൻസ് ഉള്ളത് നമ്മൾ ഫെവി ബോണ്ട് വളരെ ശ്രദ്ധിച്ച് ഫെവി ബോണ്ടിൽ അത് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ച് വയ്ക്കുമ്പോൾ കുഞ്ഞൊരു കോൺ റെഡി ആയിക്കഴിഞ്ഞ് വേറെ ഒന്നും ചെയ്യേണ്ട. വെറും നൂലും സ്പോഞ്ചും മാത്രം മതി, ക്രേ പേപ്പറും. ഇനി ആ ഒരു താഴോട്ട് കുറച്ച് സ്പേസ് വിട്ട് വലുത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് ബാലൻസ് ഇരുന്നൊരു സ്പോഞ്ചിലാണ് ഞാൻ ചെയ്തത്. അപ്പം ഇത് ക്രേ പേപ്പർ വെച്ച് ഒട്ടിച്ച് അതങ്ങ് നമ്മൾ താഴത്തൊരു ആ ഒരു തണ്ട് പോലെ ശരിയാക്കി. ഇനി അതിൻ്റെ ആ ഒരു ഫോൾഡിങ് ലീഫാണത്. അത് നമുക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഒരു 3 സൈഡിലും ആ ഒരു ഫോൾഡിങ് ലീഫ് ഒട്ടിച്ചെടുക്കുക. ഫെവിക്കോൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് വലിയൊരു സ്പോഞ്ചിലും ചെയ്തെടുക്കാം. ഈ കാണിക്കുന്ന കണക്ക് എടുത്തപ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ചെറിയൊരു ഐറ്റമാണ്. അപ്പം ഒരു ഹാഫ് സ്പോഞ്ച് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വലിയൊരു സ്പോഞ്ചാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് അത് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു ഫോൾഡിങ് ലീഫ്, അതിൻ്റെ ഒരു ഇതൾ നമ്മളത് ഡൗൺ ആയിട്ടൊന്ന് മടക്കി വെച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പം. വെറുതെ ഇരിക്കുന്ന ടൈമുകളിൽ നമുക്കിതുപോലെ ഓരോന്നോരോന്നും നമുക്ക് ചെയ്ത് നമുക്ക് തന്നെ നമ്മുടെ ഷോ കേസുകൾ ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ഐറ്റമാണ് ഈ കോൺ എന്ന് പറയുന്നത്. ഇത് വലിയൊരു സ്പോഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വലുതായിട്ട് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഇതുപോലെ തന്നെ ഷോ കേസുകളിൽ ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ നമുക്ക് ഫ്രീ ടൈമുകളിൽ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വേസ്റ്റ് ബോട്ടിലായാലും സ്പോഞ്ചായാലും